ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാത്ര സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ആകാശിനോട് ക്വസ്റ്റ്യൻ ചെയ്യാണ് രചന. ആകാശിന് സുമിയുടെ തിരോധാനമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആകാശ്, രചന നീ തന്നെ ഇങ്ങനെ ചോദിക്കണേ രചന, നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഈ ആകാശിനോട് നീ ഇത് തന്നെ ചോദിക്കണം. അയ്യോ ആകാശ്, ഞാൻ മനഃപൂർവ്വം ചോദിച്ചതല്ല ആകാശ്. ആ സുജി ഇല്ലേ, വക്കീൽ സുജി, അവരെന്റെ അടുത്ത് അങ്ങനെ എന്തൊക്കെയോ ചോദിച്ചു. അത് കേട്ടപ്പോ സംശയം കൊണ്ട് ചോദിച്ചു പോയതാണ്. എന്നാലും നിനക്ക് എങ്ങനെ ഇത് ചോദിക്കാൻ തോന്നിയ രചന? എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല. സോറി ആകാശ്, ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെയൊന്നും ആകാശിനോട് ചോദിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രചന അവിടെ നിന്ന് പോകുക കേട്ടോ. ആകാശ് മനസ്സിൽ വിചാരിക്കുകയാണ്, ഇതിനെല്ലാത്തിനും കാരണക്കാരൻ അവനാണ്, ആ മഹേഷ്. ആ സുജി വക്കീലിനെ മഹേഷ് പറഞ്ഞ് ഇളക്കിയിട്ടായിരിക്കും അവളിപ്പോ ഈ കേസിന് പിന്നാലെ പോകുന്നത്. വെച്ചിട്ടുണ്ട്, എല്ലാത്തിനും ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആകാശ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന നമ്മുടെ രാമനാഥനെയാണ് കേട്ടോ. രാമനാഥൻ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ മാഷ് വരുവാണ്. മാഷിന് രാമനാഥൻ പറയുന്നുണ്ട്, രാമ, ഞാനും പ്രിയാമണിയും കൂടി ഒരു അമ്പലത്തിലേക്ക് ഒന്ന് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. വേറെ ആർക്കും വേണ്ടിയല്ല, ഇഷിതറ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് നല്ലത് വരാൻ വേണ്ടിയിട്ടാണ്. ഡെലിവറി ഡേറ്റിംഗ് അടുത്തല്ലോ. അത് ഏതായാലും നന്നായിട്ടോ, ഞങ്ങളും പോണോന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴേക്കും മാഷ് പറയണ്ട, ആണോ, പിന്നെ മഹേഷ് വരുവാണെങ്കിൽ നല്ലതായിരുന്നു. രാമൻ പറയണ്ട കേട്ടോ. അതെ അതെ, മഹേഷും കൂടി വാ, കുഞ്ഞിന്റെ അച്ഛനല്ലേ. അതുകൊണ്ട് തന്നെ മഹേഷിന് ചെയ്തു തീർക്കേണ്ട കുറച്ച് പൂജകളും വഴിപാടും കാര്യങ്ങളുണ്ട്. അപ്പോ ഇവിടെ വേറെ ആരുമില്ലാതെ ഞാൻ എങ്ങനെയാണ് വരുന്നത് എന്ന് മഹേഷ് ചോദിക്കുമ്പോ മാഷും രാമനാഥനും പറയണ്ടേ, ഇഷിതയുടെ ഡെലിവറി ഡേറ്റിന് ഇനിയും ഒരു മാസം ഇല്ലേ, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. പിന്നെ പ്രിയാമണി വരുന്നില്ല, സ്വപ്നവല്ലിയേ വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ആണോ, എങ്കിൽ ഞാൻ വരാം, കുഴപ്പമില്ല എന്ന് മഹേഷും പറയാണ്. കുഞ്ഞിനെ വേണ്ടിയിട്ടല്ലേ വരാന്ന് മഹേഷും സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ മഹേഷ് ഈ കാര്യം ഇഷിതടുത്ത് പറയാൻ വേണ്ടി റൂമിലേക്ക് പോവാട്ടോ. എടോ ഇഷിത, നാളെ ഞാനും അച്ഛനും പിന്നെ തൻ്റെ അച്ഛനും കൂടിയിട്ട് ഒന്ന് അമ്പലം വരെ ഒന്ന് പോവാന്ന് വിചാരിച്ചിരിക്കുകയാണ്. വേറെ ഒന്നിനും വേണ്ടില്ല, നമ്മുടെ വയറ്റിൽ കിടക്കുന്ന നമ്മുടെ കുഞ്ഞിനെ വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെയാണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ് മഹേഷ് എന്ന് പറയാണ്. തന്നെ ഒരു ദിവസം മാറി നിൽക്കുന്നതിൽ കുറച്ച് വിഷമമൊക്കെ ഉണ്ട്. അമ്പലത്തിന്റെ കാര്യത്തിന് വേണ്ടിയല്ലേ മഹേഷ്, ഇങ്ങനെയൊന്നും പറയല്ലേ. ദൈവത്തിന്റെ കാര്യത്തിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഇപ്പൊ തൻ്റെ അടുത്ത് അങ്ങനെ മാറാറേ ഇല്ലല്ലോ. അതുകൊണ്ട് എന്തോ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട്. മഹേഷിന് ഈയിടെയായിട്ട് റൊമാൻസ് കുറച്ച് കൂടുന്നുണ്ട് എന്ന് ഇഷിത പറയുമ്പോ, പിന്നെ റൊമാൻസ് ആവണ്ടേ, മനുഷ്യരായ പിന്നെ റൊമാൻസ് വേണ്ടേടോ എന്ന് പറയാണ്. സത്യം പറയാൻ കിടക്കുമ്പോഴല്ലേടോ താനും ഞാനും തമ്മിൽ റൊമാൻസ് ഒക്കെ ആയത്. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പ്രഗ്നന്റ് ആയി. ഞാൻ പിന്നെ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി. പിന്നെ പ്രഗ്നന്റ് ആയ കഴിഞ്ഞാൽ പിന്നെ അധികം റൊമാൻസും പറ്റിയില്ലല്ലോ. അതുകൊണ്ട് കുഞ്ഞുങ്ങളോട് വരട്ടെ, റൊമാൻസ് വീണ്ടും തുടങ്ങണം എന്ന് പറയാണ്. പിന്നെ നമുക്ക് ഇനിയും കുഞ്ഞുങ്ങളൊക്കെ വേണം. അതെ മഹേഷേ, ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും പ്ലാൻ ചെയ്യേണ്ട. ആദ്യം അമ്പലത്തിൽ പോകുന്ന കാര്യം പറയാനല്ലേ എന്നോട് വന്നത്. ആദ്യം നല്ല കുട്ടിയായിട്ട് നാളെ അമ്പലത്തിൽ പോയിട്ട് നമ്മുടെ മക്കൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും മക്കൾക്ക് വേണ്ടി മാത്രമല്ല, മക്കളുടെ ഈ പ്രിയപ്പെട്ട അമ്മക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കും. ശരി എന്ന് പറയണം. അങ്ങനെ മഹേഷും രാമനാഥനും അതുപോലെ തന്നെ മാഷും സ്വപ്നവല്ലിയൊക്കെ ചേർന്ന് രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോകാട്ടോ. അതായത് പിറ്റേ ദിവസം രാവിലെയാണ് അവർ വരത്തുള്ളൂ കേട്ടോ. അപ്പൊ രാത്രി ആകുമ്പോഴേക്കും പ്രിയാമണി വന്ന് കിടക്കാന്നൊക്കെ പറയണ്ട. അപ്പൊ ഇഷിത പറയണ്ട, വേണ്ട, ഇവിടെ മക്കളുണ്ടല്ലോ, പിന്നെ മഞ്ജുമ ചേച്ചി ഉണ്ട്, അമ്മ അപ്പുറത്ത് കിടന്നോ, ഇവിടെ കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിത അവിടെ കിടക്കാൻ വേണ്ടി നോക്കുവാണ്. രാത്രി ആകുമ്പോഴേക്കും ഇഷിതക്ക് ചെറിയൊരു വേദന പോലെ തോന്നുക കേട്ടോ. അപ്പൊ ഇഷിതത്ത് കാര്യത്തിലെടുക്കില്ല. സാധാരണ ഗ്യാസിന്റെ ഒരു വേദന വരാറുണ്ടല്ലോ, അപ്പൊ അതുപോലത്തെ വേദന ആയിരിക്കും എന്നാണ് ഇഷിത വിചാരിക്കണത്. പക്ഷെ പിന്നീട് നല്ല വേദന എടുക്കാണ്. വേദന വരുന്നുണ്ട്, പോകുന്നുണ്ട്, പിന്നെ വേദന വരുന്നു, പോകുന്നു. അപ്പൊ ഇഷിതക്ക് കാര്യം മനസ്സിലാവാണ്, ഇത് ഗ്യാസിന്റെ വേദന അല്ല, ലേബർ പെയിൻ തന്നെയാണ്. ഗ്യാസിന്റെ വേദന ആണെങ്കിൽ അങ്ങനെ തന്നെ നിലനിൽക്കും, പിന്നെ കുറച്ച് വേണ്ടേ അതും പോകത്തുള്ളൂ. പക്ഷെ ഇത് പിന്നെ വന്നു പോകുന്ന വേദനയാകുമ്പോഴേക്കും ഇത് ഗ്യാസിന്റെ വേദനയല്ല, ലേബർ പെയിൻ ആണ് നമ്മുടെ ഇഷിതക്ക് മനസ്സിലാവാണ്. വേദന കൂടിയ ഇഷിത അയ്യോ അമ്മേന്ന് പറഞ്ഞ് നിലവിളിക്കാട്ടോ. കുറെ നേരം നിലവിളിച്ചു കഴിയുമ്പോഴേക്കും ആദ്യം ചിപ്പിയും അത് കേൾക്കുന്നുണ്ട്. അവര് വേഗം തന്നെ ഇഷിതയുടെ റൂമിലേക്ക് വരുവാണ്. അമ്മേ എന്തു പറ്റി അമ്മക്ക് ഒട്ടും വയ്യ, നല്ല പെയിൻ ഉണ്ട്, പ്രസവ വേദനയാണെന്നാ തോന്നണത്. അയ്യോ ആദ്യമായിട്ടാ, നമ്മൾ ഇനി എന്ത് ചെയ്യും? ഇനി ആലോചിക്കാനൊന്നുമില്ല ചിപ്പി. മഞ്ജുമാപ്പയുടെ സഹായം ഒന്നും ചോദിക്കണ്ട. മഞ്ജുമാപ്പ സഹായിക്കാനും പോകുന്നില്ല. ഞാനേ സെക്യൂരിറ്റി ചേട്ടനോട് പറഞ്ഞട്ടെ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ എൻ്റെ ഫോണിൽ തന്നെ ഒരു
ക്യാബ് വിളിക്കാം, എന്നിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്ന് പറഞ്ഞു. മോനെ പെട്ടെന്ന് ആവട്ടെ മോനെ, നമുക്ക് ഒട്ടും വയ്യ എന്ന് ഇഷിത പറയുന്നുണ്ട്. അങ്ങനെ ആദ്യം അപ്പൊ തന്നെ വണ്ടി വിളിക്കാട്ടോ. എന്നിട്ട് ഇഷിതേനെ ചേർത്ത് പിടിച്ചിട്ടാണ് നമ്മുടെ രണ്ട് മക്കളും കൂടിയിട്ട് ഇഷിതേനെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് കേട്ടോ. ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ തന്നെ ഇഷിതക്ക് നല്ല ലേബർ പെയിൻ ആണ്. ആ സമയത്ത് ആരും ഇല്ല അവിടെ. അപ്പൊ രണ്ട് പിള്ളേര് മാത്രമേ ഉള്ളൂ. അത് കേട്ട് നമ്മുടെ ഡോക്ടർ ദേവിക ചോദിക്കുന്നുണ്ട്, അയ്യോ മഹേഷ് എവിടെ, നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളോ? അതെ ഡോക്ടർ, ഡാഡി ഒരു അമ്പലത്തിൽ പോയിരിക്കുക, തിരിച്ചു വന്നിട്ടില്ല. ആണോ, കുഴപ്പമൊന്നുമില്ല, അമ്മനെ അങ്ങനെ ഞാൻ നോക്കിക്കോളാം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ രണ്ട് പിള്ളേരും പ്രാർത്ഥനയോട് കൂടി തന്നെ പുറത്തിങ്ങനെ കാത്തു നിൽക്കാട്ടോ. അങ്ങനെ ഇഷിതന്നെ ലേബർ റൂമിലേക്ക് കയറ്റിയിരിക്കുകയാണ്. അങ്ങനെ കുറെ നേരം കഴിയുമ്പോഴേക്കും പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കാണ് ഇഷിത പ്രസവിക്കുന്നത് കേട്ടോ. ഇഷിത പ്രസവിച്ച സമയത്ത് തന്നെ നമ്മുടെ മഹേഷും സ്വപ്നവല്ലിയും രാമനാഥനും മാഷൊക്കെ അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോഴാണ് ഈ ശുഭവാർത്ത കേൾക്കണത്. ഇഷിത ഒരു പെൺകുഞ്ഞിനെ ജന്മം നൽകിയെന്ന്. അപ്പൊ ഡോക്ടർ ദേവിക ആ കുഞ്ഞായിട്ട് ഇങ്ങനെ വരുവാട്ടോ. അമ്പലത്തിൽ വന്ന് ഇവര് കാണുന്ന കാഴ്ച കുഞ്ഞിന്റെ മുഖമാണ്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാട്ടോ. അങ്ങനെ മഹേഷിനോട് കൺഗ്രാചുലേഷൻ, പെൺകുഞ്ഞാണ് ജനിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും മഹേഷ് സന്തോഷം കൊണ്ട് കണ്ണ് നിറയാട്ടോ. കുഞ്ഞിനെ വാങ്ങിച്ച മഹേഷ് തന്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ട്. അതിനുശേഷം ദേവിക ഡോക്ടർ പറയണ്ടേ, എന്ത് പണിയാ കാണിച്ചത്, ഇഷിതയുടെ അടുത്ത് ആള് വേണോന്ന് അറിയില്ലേ, ഇന്നലെ ലേബർ പെയിൻ വന്നപ്പോ ആ കുട്ടികളാണ് ഇഷിതനെ ഇവിടെ കൊണ്ടേ ആക്കിയത്, വേറെ ഉത്തരവാദിത്തമുള്ള ആരും അവിടെ നിന്നില്ലേ, എന്തായാലും കറക്റ്റ് സമയത്ത് കൊണ്ട് നന്നായിട്ടോ, ഇവിടെ എത്തിയപ്പോ ആൾക്ക് ചെറിയ ബ്ലീഡിങ് ഉണ്ടായിരുന്നു, പിന്നെ നോർമൽ ഡെലിവറി ആക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്തു, നോർമൽ ആവുകയും ചെയ്തു എന്ന് പറയാണ്. ഇഷിതയ്ക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ? ഇഷിതയ്ക്ക് ഒരു കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോഴേക്ക് റൂമിലേക്ക് മാറ്റും, അപ്പൊ കാണാം, കുഞ്ഞിനെ കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ എടുത്തോണ്ട് ഡോക്ടർ അകത്തേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാണ്. എന്നാലും ഇഷിതനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോയല്ലോ ആ ഒരു സമയത്ത്. അത് ഞാൻ മഹേഷിന് ഭയങ്കര വിഷമം കേട്ടോ. ഇഷിത കണ്ണ് തുറക്കുമ്പോൾ തന്നെ മഹേഷിന് ആ കാര്യം പറയണമെന്നുണ്ട്. എടോ സോറി എടോ, ഞാൻ പോയ സമയത്ത് തനിക്ക് ഇങ്ങനത്തെ ഒരു ഇത് വന്നല്ലോ, താൻ ഇങ്ങനത്തെ ലേബർ പെയിൻ എടുക്കുന്ന സമയത്ത് ഞാൻ അടുത്തില്ലാതെ പോയല്ലോ, ഞാനില്ലാത്തത് കൊണ്ട് തനിക്ക് ആ ഒരു വിഷമം ഉണ്ടായിരുന്നല്ലേ. എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കും പ്രസവ സമയത്ത് തന്റെ ഭർത്താവ് കൂടെ വേണോന്ന്, പ്രത്യേകിച്ച് ആദ്യ പ്രസവ സമയത്തായിരിക്കുമല്ലോ അവർക്ക് ടെൻഷൻ കൂടുതല്. തന്റെ ഈ ഒരു സമയത്ത് ഞാൻ ഉണ്ടായില്ലോടോ, സോറി കേട്ടോ എന്നൊക്കെ പറയാണ്. ശേഷം കുഞ്ഞിനെ മഹേഷിന്റെ അടുത്ത് കൊഞ്ചിക്കണക്കുണ്ട് കേട്ടോ. പക്ഷെ ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ഇഷിത വേറെ ഏതോ ലോകത്താണ്. അതായത് ഇഷിത ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലെത്തുന്നതും ഇഷിത വേറെ എന്തൊക്കെയോ വെറുതെയൊക്കെ ഒച്ചയെടുക്കുക, കരയുക, ബഹളം ഉണ്ടാക്കുക, അങ്ങനത്തെ ഒക്കെ ഒരു മാനസികാവസ്ഥയുടെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഇഷിത പ്രസവിച്ച ന്യൂസ് നമ്മുടെ രചന അറിയുന്നുണ്ട്. രചന പറയണ്ട, ആകാശ് എന്തൊക്കെയാ പറഞ്ഞത്, ഇഷിതയുടെ കുഞ്ഞ് ജനിക്കുമ്പോ ആ വീട്ടിലെന്തോ മല മറിക്കുമെന്നോ, ആ വീട്ടിലെ പ്രശ്നങ്ങൾ തുടങ്ങുമെന്നോ, എന്നിട്ട് എന്തായി, ഇഷിതയുടെ കുഞ്ഞൊക്കെ പ്രസവിച്ചു, എന്നിട്ട് ആ വീട്ടിൽ ഒരു കുഴപ്പമില്ല ഇപ്പോ എന്ന് പറയാണ്. അത് കേട്ടിട്ട് ആകാശ് പറയണ്ട, രചന ആ കുഞ്ഞ് ജനിച്ചിട്ട് വീട്ടിലേക്ക് കയറിയല്ലേ ഉള്ളൂ, നീ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിനക്ക് ഈ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും എന്ന് പറയണം. അപ്പൊ ആകാശ് പറഞ്ഞ പോലെ തന്നെ അവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് കേട്ടോ. കാരണം ആ കുഞ്ഞു വന്നതിന് ശേഷം ചിപ്പിയുടെ മുഖമൊക്കെ ആകെ വിഷമിച്ചിരിക്കുന്നുണ്ട്. ശേഷം ആദ്യം എന്തൊക്കെയോ വിഷമിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ഇഷിതയുടെ സ്വഭാവം ഇങ്ങനെ മാറിയത് കൊണ്ടിട്ടാണോ, അല്ല ഇഷിതക്ക് മാനസികമായിട്ടുള്ള പ്രശ്നം ആയത് കൊണ്ടാണോ, അതോ കുഞ്ഞിനെ ഇഷിത ആരും തൊടാൻ സമ്മതിക്കുന്നില്ലേ, എന്താണെന്ന് അറിയില്ല. പിള്ളേരാകെ വിഷമത്തിലാണ് അതിന്റെ വീക്കെൻഡ് പ്രൊമോയില് ക്ലൈമാക്സ് പ്രൊമോ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ക്ലൈമാക്സ് ആകുന്ന രീതിയിലുള്ള പ്രൊമോ അല്ല കാണിച്ചിരിക്കുന്നത്. എന്തായാലും ക്ലൈമാക്സ് എന്തായാലും ഈ ആഴ്ചയും ഉണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.